ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്നവരെ ജീവിത വഴിയിലേക്ക് കൈപിടിച്ച് നടത്താൻ ഒരു പ്രസ്ഥാനം. പുക്കാട്ടുപടി മുക്തി സദനിൽ നടന്ന ലോക ലഹരി വിരുദ്ധ ദിനാചരണം ശ്രദ്ധേയമായി. ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രവർത്തനങ്ങളുടെ സമാപനവും കൂടിയായിരുന്നു ഇത്. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ പൂക്കാട്ടുപടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുനരധിവാസ കേന്ദ്രമാണ് നിർമ്മൽ നികേതൻ മുക്തി സദൻ. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവിടെ ഉണർവ് എന്ന പേരിൽ പല വിധത്തിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരുന്നുണ്ട്. അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനമായ മെയ് 31 ആരംഭിച്ച പ്രവർത്തനങ്ങൾക്ക് ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 സമാപനമായി. 2025 ജൂൺ 26 ആഗോള ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുക്കാട്ടുപടിയിലുള്ള മുക്തി സദനിലും ഞങ്ങളിതിൻ്റെ ആഘോഷ പരിപാടികളിലൂടെ കടന്നു പോവുകയാണ്. ഇങ്ങനെയുള്ള ഓരോ ദിനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ബോധവൽക്കരണമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ബോധവൽക്കരണത്തിന് പല മെത്തേഡുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. റാലികൾ സംഘടിപ്പിക്കാറുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റർ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ഏതാണ്ട് ഒരു മാസമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ബോധവൽക്കരണ ആഘോഷങ്ങളായിരുന്നു ഈ ലഹരി വിരുദ്ധത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അത് പേഷ്യൻസ് പങ്കെടുക്കുന്നവരുണ്ട്, പുറത്തുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിന് ഏതെല്ലാം വിധത്തിൽ ആളുകളിലേക്ക് ഈ ബോധ്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാൻ ഞങ്ങൾ അങ്ങേറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുക്തി സദൻ എന്ന് പറയുന്ന ഈ ലഹരി വിമോചന കേന്ദ്രം ഇവിടെ സ്ഥാപിതമായിട്ട് ഏതാണ്ട് ഒരു 35 വർഷത്തോളമായി. ഇവിടെ ഇത് പുരുഷന്മാരുടെ ഒരു കേന്ദ്രമായിട്ട് എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ഒരു ചികിത്സാ കേന്ദ്രമായിട്ട് ഇതിവിടെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മുക്തി സദൻ്റെ മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട്. അത് അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ പഞ്ചായത്തിൽ പറമ്പയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകളുടെ ഒരു സെൻറ്റർ. കേരളത്തിൽ ആകെ സ്ത്രീകൾക്ക് ഒറ്റ സെൻറ്റർ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നമ്മുടെ മുക്തി സദൻ സെൻറ്റർ തന്നെയാണ്. അവിടെയും ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 20 പേഷ്യൻസിനെ നമുക്ക് ഒരേ സമയം നമുക്ക് ചികിത്സിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ലഹരി മദ്യപാനത്തിൻ്റെ. ഇപ്പം ഞാനിവിടെ വന്നിട്ട് 6 വർഷമായി ഞാനിതിൻ്റെ ചാർജ് എടുത്തിട്ട്. ഞാനിവിടെ വരുമ്പോൾ ഒരു 60-70% മദ്യപാനത്തിൻ്റെ അടിമപ്പെട്ടവരാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം ഒരു 60-70% കഞ്ചാവും മറ്റുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടവരെയാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ള മദ്യപാനത്തിൻ്റെ ആളുകൾ പിന്നെ ഇത്തിരി കുറഞ്ഞ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ ശ്രദ്ധേയമാവുകയും ചെയ്തു. മുക്തി സദൻ പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് മദ്യാസക്തി രോഗമുക്തി നേടിയവരുടെ കൂട്ടായ്മ നയിച്ച പ്രാർത്ഥനയോടെയായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. ലഹരി വിരുദ്ധ ദിനാചരണം തടിയിട്ടപറമ്പ് പോലീസ് ഇൻസ്പെക്ടർ PJ കുര്യാക്കോസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. എന്താണ് ലഹരി, എന്ത് തരത്തിലുള്ള ലഹരി ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇതോടനുബന്ധിച്ച് സൈക്കിൾ റാലിയോ അല്ലെങ്കിൽ ചിത്രരചനത്തിലോ ഉപന്യാസമോ ഇതൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകാറുള്ളത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ഈ DADC സെന്ററിന്റെ സേവനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തും. കാരണം വീട്ടുകാർ 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ DADC സെന്ററിൽ കൊണ്ടുപോകും. സ്ഥിരമായിട്ട് കണ്ടുകഴിഞ്ഞാൽ അവർ ഉപേക്ഷിക്കും. ഒന്നുകിൽ നല്ല കേസായിരിക്കും, അല്ലെങ്കിൽ കള്ളക്കേസ് ശേഷം കൊണ്ടു കൊടുക്കും, നേരെ ജയിലിലേക്ക് കൊണ്ടു കൊടുക്കും. ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. കാരണം ഞാനീ പറഞ്ഞ രണ്ട് ആളുകളെയും വേണമെങ്കിൽ ഒരു പേയ്മെന്റ് കൊടുത്ത് റിക്കവർ ചെയ്യിപ്പിക്കാന്നേ ഉള്ളൂ. പക്ഷെ അതിനൊന്നും വീട്ടുകാർക്ക് ഒരു താല്പര്യമൊന്നുമില്ല. വീട്ടുകാർ പറയണം കേസ് പറയും. രണ്ട് കേസ് എടുക്കാൻ നിൽക്കാൻ പറ്റില്ല, കേസ് എടുക്കാൻ ജയിലിൽ പോകും. മുക്തി സദൻ ഡയറക്ടർ ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 1989 മുതൽ 2019 വരെയുള്ള മുക്തി സദനിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന സ്മരണികയുടെ അവതരണവും ഉണ്ടായി. സീനിയർ കൗൺസിലർ മേഴ്സി വിൻസെന്റ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. ഞാൻ ഒരിക്കലും മദ്യപിക്കുകയില്ലെന്നും പുകവലിക്കുകയില്ലെന്നും പാൻ മസാല ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം
ദോഷകരങ്ങളായ എല്ലാ ദുശീലങ്ങളെയും ഒഴിവാക്കുവാൻ എന്നാൽ ആവോളം പ്രയത്നിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പുകയില ഉൽപ്പന്നങ്ങളും മറ്റു ലഹരി വസ്തുക്കളും പ്രതീകാത്മകമായി ഇവർ അഗ്നിക്കിരയാക്കി. ഇനി ഇത്തരം ലഹരികൾ വേണ്ട എന്ന ദൃഢനിശ്ചയത്തോടെയായിരുന്നു ചടങ്ങുകൾ. പ്രോജക്ട് ഡയറക്ടർ ഫാദർ പ്രവീൺ ജോണി, കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജനീസ് കാച്ചപ്പള്ളി എന്നിവർ സംസാരിച്ചു. നമുക്ക് MSJ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ സഹായമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു സ്ഥാപനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 40 വർഷത്തോളമായി ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. ഇതിനകം തന്നെ 100 കണക്കിന് വ്യക്തികൾക്ക് ലഹരിയിൽ നിന്നും മോചനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ദൈവകൃപയാൽ. പല തലത്തിലാണ് ഈ ലഹരി വിമോചനം ഉണ്ടാകുന്നത്. ഈ ലഹരിക്ക് അടിപ്പെട്ട വ്യക്തി എന്ന് പറയുന്ന രോഗിയാണ്. പക്ഷെ പലപ്പോഴും ആ വ്യക്തി ഇത് മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തി ചിന്തിക്കുന്നത് ഏത് നിമിഷവും എനിക്കിതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും, ഐ ക്യാൻ കൺട്രോൾ മൈസെൽഫ് എന്നാണ്. പക്ഷെ അതല്ല അതിൻ്റെ ശരി. ഇത് പല തരത്തിൽ നമ്മൾ നേരിടേണ്ട ഒരു രോഗമാണ്. ഇത് ആത്മീയ തലത്തിൽ രോഗമാണ്, ശാരീരിക തലത്തിൽ രോഗമാണ്, മാനസിക തലത്തിൽ രോഗമാണ്, കുടുംബപരമായി നോക്കുമ്പോൾ ഇതൊരു രോഗമാണ്, സാമൂഹ്യപരമായി നോക്കുമ്പോൾ ഇത് രോഗമാണ്. അപ്പോൾ ഈ മൾട്ടി തലത്തിലാണ് ഇതിൻ്റെ ചികിത്സ വേണ്ടത്. അപ്പോൾ ഈ ഡിയറ്റ് സെൻറ്ററിൽ അത്തരത്തിലുള്ളൊരു ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, ഗ്രൂപ്പ് തെറാപ്പി ഉണ്ട്. ആത്മീയമായ രീതിയിൽ കാര്യങ്ങളെ കാണാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ഇവർക്ക് ശാരീരികമായ വിധത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് വിശപ്പില്ലായ്മയും ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കുന്ന എല്ലാ സെറ്റപ്പും നമുക്കിവിടെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നമ്മൾ നീക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഒട്ടേറെ വ്യക്തികൾക്ക് രോഗസൗഖ്യം ഉണ്ടാകാനായിട്ടിടയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. ഇന്ന് ആഗോള ലഹരി വിരുദ്ധ ദിനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളോട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർ വർഷങ്ങളായിട്ട് ഇത് വിട്ട് ഇതില്ലാതെ അല്ലെങ്കിൽ സൗഖ്യം നേടി ജീവിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി പേരെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ, ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള രോഗത്തിൻ്റെ പിടിയിലാണെങ്കിൽ മടി വിചാരിക്കരുത്. ഈ സെൻറ്ററിനെ സമീപിക്കാനായിട്ട് സാധിക്കണം. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞങ്ങൾ കഴിയും വിധത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറാണ്. നന്ദി പറയുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോഷി ജോൺ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു. എന്തുകൊണ്ടാണ് ഈ 15% ആളുകൾക്ക് 75% ആളുകൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നത്? അവർക്ക് വിദ്യാഭ്യാസം കുറവുകൊണ്ടല്ല, പണത്തിന്റെ കുറവുകൊണ്ടല്ല, സൗകര്യത്തിന്റെ കുറവുകൊണ്ടല്ല, ബുദ്ധിയുടെ കുറവുകൊണ്ടല്ല. നെഗറ്റീവ് തോട്ട്സ് ആണ് അവർ വരുന്നത്. ശുഭചിന്തകളുമായി നടക്കുന്നവർ 15% ഉള്ളൂ. അതറിഞ്ഞിട്ട് നമ്മുടെ കുറ്റമല്ല. നമ്മൾ ജനിച്ച സാഹചര്യം നമ്മൾ പലപ്പോഴും പലതിനെയും നിഷേധാത്മകമായി കാണുകയും ഒന്നിനെയും ഉൾക്കൊള്ളാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ ഈ പ്രചാരണം കാര്യം നേരെ മറിച്ച് ശുഭചിന്തയുമായി നടക്കുമ്പോൾ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയും. അശുഭചിന്തയുമായി നടക്കുന്ന ഒരാൾക്ക് ഈ ലോകത്ത് ഒരു കാലഘട്ടത്തിലും ഒരിക്കലും ഒരു നിമിഷം പോലും ആനന്ദകരമായി ജീവിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ഈ 10-15 ആനന്ദകരമായി ജീവിക്കാനുള്ള മുക്തി സദനിലെ കൊയർ സംഘം അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഗാനം ഏറെ ശ്രദ്ധേയമായി. മുക്തി സദൻ കുടുംബത്തിലെ ചിലർ തങ്ങളുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവച്ചു. ചടങ്ങുകളുടെ ഭാഗമായി അന്തേവാസികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഹൃദ്യമായി. മുക്തി സദൻ PRO സെബി കുണ്ടുകുളം ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നിർമ്മൽ നികേതൻ മുക്തി സദൻ നടത്തുന്ന ലഹരിക്കെതിരെ നടത്തുന്ന പ്രോഗ്രാമുകൾ
മെയ് 31 പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ചു. ഇന്ന് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന പൊതുസമ്മേളനമാണ് നടക്കുന്നത്. ഇവിടെ 31 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് പേഷ്യൻസിന് നൽകുക. അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ, കൗൺസിലിംഗ്, തെറാപ്പികൾ, യോഗ, പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ, മെഡിസിൻ, ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോവുക. അനേകം കുടുംബങ്ങൾക്ക് ആശ്വാസമായിട്ട് നമ്മുടെ ഇവിടെ ഈ സ്ഥാപനം 36 വർഷക്കാലമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒത്തിരി കുടുംബങ്ങൾക്ക് ആശ്രയമായ ഈ മുക്തിസദൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.